നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. Speaker of the 16th Kerala Legislative Assembly. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ നേടിയത് 101 വോട്ട്. AC മൊയ്തീന് 35, BB ഗോപകുമാറിന് 3 വോട്ടും. നിഷ്പക്ഷ നിലപാടെടുത്ത് പ്രീതിയില്ലാതെ മുന്നോട്ടു പോകുമെന്ന് തിരുവഞ്ചൂർ. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഭരണതന്ത്രജ്ഞനെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ ശബ്ദം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രതിപക്ഷ നേതാവ്. ആശംസകൾ നേർന്ന് കക്ഷി നേതാക്കൾ. ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിക്കാതെ CPM. 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന സെക്രട്ടറി പരിഗണിച്ചില്ല. അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേസിൽ പ്രതിയായപ്പോൾ. പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടത് കുറ്റവിമുക്തനായതിനു ശേഷം. വിഷയം പ്രാദേശികമെന്ന് MV ഗോവിന്ദൻ. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ. തിരഞ്ഞെടുപ്പ് തോൽവിയും പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതിലുണ്ടായ വിമർശനങ്ങളും വിലയിരുത്തും. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധം ശക്തം. അഭിഭാഷക കമ്മീഷനായ അഡ്വക്കേറ്റ് ജയപാൽ വാദിയുടെ ബന്ധുവെന്നും ദുരൂഹതയെന്നും CPM. കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നത് പൂർത്തിയാക്കാൻ കോടതി അനുവദിച്ച സമയം നാളെ അവസാനിക്കും. കോടതിയോട് സാവകാശം ചോദിക്കാൻ സംസ്ഥാന സർക്കാർ. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ നടപടി വരും. മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് SIT. റിപ്പോർട്ട് ഉടൻ DGPക്ക് കൈമാറും. ഗൺമാന്മാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട്. ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്ന് വിമർശനം. മർദ്ദനമേറ്റ AD തോമസ്, അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി SP ഷൗക്കത്ത് അലി നാളെ രേഖപ്പെടുത്തും. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയാകുമെന്ന് റിപ്പോർട്ട്. ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയത് 3 മാസത്തേക്കുള്ള കണക്ക്. കോട്ടയം MLA മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം നിയമസഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 101 വോട്ടുകൾക്കാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 35 അംഗങ്ങൾ AC മൊയ്തീനെയും 3 പേർ BB ഗോപകുമാറിനെയും പിന്തുണച്ചു. 139 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രോട്ടേം സ്പീക്കറായതിനാൽ G സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. I wish him all success. My entrusted job as Protein Speaker is over, and thanks to the cooperation of the whole House for your creative cooperation. Especially my thanks to the Venerable Chief Minister Sri V.D. Satheesan, respected opposition leader Sri Pinarayi Vijayan. Also thanks to the Legislative Secretariat. Thanks to you all. Thanks. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂരിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നയാളാണ് തിരുവഞ്ചൂരെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ജനഹിതമനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഭരണതന്ത്രജ്ഞനെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു. കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുക. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കേരള നിയമസഭയിലെ അംഗമായി പ്രവർത്തിച്ച ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നിയമസഭാ സാമാജികനാണ്. തിരുവഞ്ചൂരിന് എല്ലാവിധ ആശംസകളും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നേർന്നു. കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറായാണ് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഹാർദമായ അനുമോദനം അങ്ങേക്ക്. നമ്മുടെ
പ്രസ്താവിച്ചതുപോലെ സുദീർഘമായ നിയമസഭാ പരിചയമാണ് അങ്ങേക്കുള്ളത്. അതേപോലെ തന്നെ ദീർഘമായ സാമൂഹിക രാഷ്ട്രീയ ജീവിതാനുഭവം കൊണ്ട് സമ്പന്നമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പൊതുജീവിതം. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രി എന്ന അനുഭവ പശ്ചാത്തലവും അങ്ങേക്കുണ്ട്. ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്ന അനുഭവങ്ങളുമുണ്ട്. നിഷ്പക്ഷ നിലപാടെടുത്ത് പ്രീതിയില്ലാതെ മുന്നോട്ടു പോകുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ഉറപ്പാക്കുക എന്നത് എന്റെ പ്രധാന കടമയായിരിക്കും. എല്ലാ അംഗങ്ങൾക്കും അവരുടെ അഭിപ്രായങ്ങൾ സഭയിൽ സ്വതന്ത്രമായും നിർഭയമായും അവതരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കാൻ പരമാവധി ശ്രദ്ധിക്കും എന്നറിയിക്കട്ടെ. 16ാം കേരള നിയമസഭയുടെ അധ്യക്ഷനായി എന്നെ തെരഞ്ഞെടുത്ത ഈ മഹത്തായ സഭയോടുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നെക്കുറിച്ച് ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും. ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ സഭാ ആസ്ഥാനത്തെത്തി ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. നടന്നത് സ്വാഭാവിക സന്ദർശനമാണെന്നും എല്ലാ കാര്യങ്ങളും സംസാരിച്ചെന്നും അബ്ദുൾ ഗഫൂർ പറഞ്ഞു. സൗഹൃദം പങ്കിട്ടെന്നും എല്ലാ പിന്തുണയും പിതാവ് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില ചരടുവലികളും നാടകങ്ങളും കാരണം സഭയ്ക്ക് ലഭിക്കേണ്ട മന്ത്രിസ്ഥാനവും വകുപ്പും നഷ്ടമായെന്ന് അൽമായ ശുശ്രൂഷ സമിതി ഡയറക്ടർ ഫാദർ മനോജ് പറഞ്ഞു. മുഖ്യമന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, ആരോഗ്യമന്ത്രി സഭാ ആസ്ഥാനത്തെത്തിയിരുന്നുവെന്നും എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇടപെട്ടുവെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും ഫാദർ മനോജ് വ്യക്തമാക്കി. കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷിനെ അവഗണിച്ച് CPM. 4 വർഷമായി ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പുനഃസ്ഥാപിച്ചില്ല. അംഗത്വം പുനഃസ്ഥാപിക്കാൻ 4 തവണ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടെങ്കിലും സംസ്ഥാന നേതൃത്വം പരിഗണിച്ചില്ല. തീരുമാനമെടുക്കേണ്ടത് പ്രാദേശിക നേതൃത്വമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. 2001 ബിനീഷ് കോടിയേരി CPM അംഗമാകുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാവ്, പാളയം ഏരിയ ഭാരവാഹി എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് ബിനീഷിന് CPM അംഗത്വം നൽകിയത്. 2022 വരെ ബിനീഷ് CPMന്റെ മെമ്പറുമായിരുന്നു. 2021 ലഹരി കേസുമായി ബന്ധപ്പെട്ട കർണാടക ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തതോടെയാണ് ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം CPM റദ്ദു ചെയ്തത്. കേസിൽ ബിനീഷിനെ കോടതി കുറ്റമുക്തനാക്കുകയും 2022 ജയിൽ മോചിതനാവുകയും ചെയ്തു. എന്നിട്ടും ബിനീഷിന്റെ പാർട്ടി അംഗത്വം CPM പുനഃസ്ഥാപിച്ചില്ല. പലതവണ ജില്ലാ കമ്മിറ്റി ബിനീഷിന്റെ മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കുന്ന കാര്യം ചർച്ച ചെയ്തു. 4 തവണ പാർട്ടി ജില്ലാ സെക്രട്ടറി സംസ്ഥാന നേതൃത്വത്തിന് മെമ്പർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകി. എന്നിട്ടും നടപടിയുണ്ടായില്ല. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി ഇങ്ങനെ: പാർട്ടി അംഗത്വമില്ലെങ്കിലും സിനിമാ പ്രവർത്തകൻ, അഭിഭാഷകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിലും CPM പരിപാടികളിലും പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇപ്പോഴും ബിനീഷ് കോടിയേരി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതേസമയം ബിനീഷ് കോടിയേരിയുടെ പാർട്ടി അംഗത്വം പ്രാദേശിക വിഷയമെന്നായിരുന്നു പ്രതികരണം. സംസ്ഥാന നേതൃത്വം ഇടപെടുമോ എന്ന ചോദ്യത്തിന് MV ഗോവിന്ദൻ കൃത്യമായ മറുപടി നൽകിയില്ല. 3 ദിവസമായിട്ട് ഡൽഹിയിൽ തീരുമാനത്തിൻ്റെ സ്ഥാനപ്പെട്ട് ഇന്ന് ആരംഭിച്ചു. പ്രധാനമായും സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന 5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുമെല്ലാമുള്ള
ചർച്ചകളാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ആ ചർച്ചകളെല്ലാം പൂർത്തിയാക്കി മൂന്നാമത്തെ ദിവസം സെൻട്രൽ കമ്മിറ്റി യോഗം അവസാനിക്കും. അതാണ് കേരളത്തിലെ ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ കേരളം ഒഴിവാകില്ലല്ലോ. കേരളം കൂടി ചേർന്നുകൊണ്ടാണ് കാര്യങ്ങൾ പരിശോധിക്കുന്നത്. അവിടെയുള്ള പ്രാദേശിക നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമായ നടപടിയെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഗൺമാന്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് ചെയ്തതെന്നാണ് SITയുടെ പ്രാഥമിക വിലയിരുത്തൽ. മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിച്ച ആലപ്പുഴ SP-യുടെ റിപ്പോർട്ട് LDF സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തി. അതേസമയം മർദ്ദനമേറ്റ AD തോമസ്, അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴി SP MP ഷൗക്കത്ത് അലി നാളെ രേഖപ്പെടുത്തും. നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച SIT നടപടി ചട്ടവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. പ്രതിഷേധക്കാരെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ മാറ്റിയിരുന്നു. ഇവരെ മർദ്ദിക്കേണ്ട സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. കൺമാന്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും SIT കണ്ടെത്തി. മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്തുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ DGPക്ക് റിപ്പോർട്ട് നൽകാനാണ് SITയുടെ തീരുമാനം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ ജോജിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. നവകേരള യാത്രയ്ക്കിടെയുണ്ടായ പോലീസ് മർദ്ദനം അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നു എന്ന് അന്നത്തെ ആലപ്പുഴ SP ചൈത്ര തെരേസ DGPക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ട്. ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയ്ക്ക് എത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അവിടെയും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതോടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന സന്ദീപിനെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഗൺമാൻ അനിൽ ഇപ്പോഴും പിണറായി വിജയനൊപ്പം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മോഡലിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ അന്വേഷണം ഊർജിതം. ഇന്നലെ പിടിയിലായ മാവേലിക്കര സ്വദേശി ബിലാൽ മുഖ്യ സൂത്രധാരനെന്നാണ് പോലീസ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട 2 പരാതികൾ കൂടി ലഭിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ച് അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബിനായും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിന്ധു ഔറംഗസേബിന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചതിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടക്കുന്നത്. അതേസമയം മുഖ്യപ്രതി സിന്ധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ജൂൺ 4 വരെയാണ് സിന്ധുവിനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നത്തിൽ സമവായ ശ്രമവുമായി സർക്കാർ. മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തും. കുടിയൊഴിപ്പിക്കലിന് അനുവദിച്ച സമയം നീട്ടി നൽകണമെന്നും സർക്കാർ കോടതിയോട് ആവശ്യപ്പെടും. കുടിയൊഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്ന് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ കർശന നിർദ്ദേശം വന്നതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം. വിവരങ്ങളുമായി കിരൺ കുമാറുണ്ട് കൊച്ചിയിൽ നിന്നും. കിരൺ, സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. സർക്കാർ സമയം നീട്ടി നൽകണമെന്ന് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പ്രദേശവാസികളൊപ്പം സമരക്കാരൊക്കെ എന്താണ് പറയുന്നത്? നിലവിലെ സാഹചര്യം. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്ന പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് സമവായ ശ്രമങ്ങളുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചുകൊണ്ട് ചർച്ച നടത്താനാണ് സർക്കാർ തീരുമാനം. മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങളോടും ഒപ്പം തന്നെ ഈ വാദിഭാഗം, ഭൂമിയുടെ അവകാശം ഉന്നയിക്കുന്ന വാദിഭാഗത്തിനോടടക്കം ഈ റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ ചർച്ചയുണ്ടാകും. കൂടാതെ തന്നെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അവസാന തീയതി അത് നീട്ടി നൽകുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാൻ, കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സമരപരിപാടികൾ മുന്നോട്ട് പോവുകയാണ്. CPMന്റെ നേതൃത്വത്തിൽ ഇന്നും സമരപരിപാടികൾ ഉണ്ടായിരുന്നു. മന്ത്രി R. ബിന്ദു ഇന്ന് സ്ഥലത്തെത്തുകയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സ്ഥലത്തെ ജനങ്ങളെ ഇവിടെ നിന്നും ഒഴിവാക്കാത്ത തരത്തിലുള്ള സമവായ ശ്രമങ്ങൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യമാണ് R. ബിന്ദു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 14 തവണ ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഇവർക്ക് ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വന്നിരുന്നില്ല. പോലീസ് പോലും അന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ നിലകൊള്ളുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് സർക്കാരിന് അനുകൂലമായിക്കൊണ്ട് ഇവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അതിക്രമങ്ങൾ, പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു ആരോപണം തന്നെയാണ് R. ബിന്ദു ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ജനങ്ങളെ ഒഴിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സമവായ ശ്രമം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് CPMഉം മുന്നോട്ട് വെക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും കിരൺ. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിലേറ്റ കനത്ത പരാജയത്തിന് ശേഷമുള്ള CPMന്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന ഘടകം നൽകിയ റിപ്പോർട്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും BJPയുടെ സ്വാധീനവും കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും.
CPM-ന് ഭരണമുണ്ടായിരുന്ന ഏക സംസ്ഥാനമായ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി ഏറെ ഗൗരവത്തിലാണ് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത്. ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പോലും പാർട്ടി അംഗങ്ങൾ UDF പിന്തുണയോടെ മത്സരിച്ച് ജയിച്ചതിൽ യോഗത്തിൽ വിമർശനമുണ്ടാകും. വിമതർ ആസൂത്രിത നീക്കം നടത്തിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കാനുള്ള തീരുമാനത്തിൽ PBയിലുണ്ടായ എതിർപ്പ് കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ചയ്ക്ക് വരും. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കമ്മിറ്റികളിൽ എതിർപ്പുയർന്നു എന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും കേരളത്തിൽ ഇടതുപക്ഷം തകർന്നിട്ടില്ലെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പറഞ്ഞു. അത് പരിഹരിച്ച് കേരളത്തിൽ ഇടതുപക്ഷം ഒരിക്കലും തകർന്നുപോയി എന്നൊന്നും ആരും കരുതണ്ട. വളരെ ശക്തമായിട്ട് തിരിച്ചു വരും. എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്ത് പോരായ്മയുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർച്ചയും BJP കേരളത്തിൽ 3 സീറ്റുകൾ വിജയിച്ച സാഹചര്യവും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തും. കൂടാതെ ബംഗാൾ, തമിഴ്നാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, നീറ്റ് പരീക്ഷാ ക്രമക്കേട് തുടങ്ങി വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴുള്ള വരുമാന നഷ്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 65 കോടിയും ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പിലാക്കിയാൽ 90 കോടിയും നഷ്ടമുണ്ടാകും. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസ നഷ്ടം 112 കോടിയാകും. 3 മാസത്തേക്കുള്ള കണക്കാണ് നൽകിയത്. ഗതാഗത സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് നൽകിയത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 12 സംസ്ഥാനങ്ങളിലെ 26 സീറ്റുകളിലേക്ക് ജൂൺ 18 വോട്ടെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, HD ദേവഗൌഡ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് എന്നിവരടക്കമുള്ള പ്രമുഖരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത്. കോടി ക്ലബിലെത്തിയ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൂട്ടായ്മയെന്നാണ് IB റിപ്പോർട്ടിൽ പറയുന്നത്. സമൂഹമാധ്യമങ്ങളിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പഴയ അക്കൗണ്ട് മരവിപ്പിച്ചതിന് പിന്നാലെ പുതിയ അക്കൗണ്ട് തുറന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടിക്കൊരുങ്ങുന്നത്. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ ട്രെൻഡ് ആയതിനു പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ ക്യാമ്പയിന് CJP തുടക്കമിട്ടു. സർക്കാരിന്റെ പ്രകാരം സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വീണ്ടും റദ്ദാക്കിയാൽ കടുത്ത പ്രതിരോധമുയർത്തുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കുന്നത്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് ഡോക്ടർ ശശി തരൂർ MP. CJP വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, മറിച്ച് പുകയുന്ന ജനരോഷമാണെന്ന് ശശി തരൂർ Xൽ കുറിച്ചു. CJPയെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. രാജ്യത്തെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന നിരാശയുടെയും അമർഷത്തിന്റെയും പ്രതിഫലനമാണ് ഈ ഡിജിറ്റൽ മുന്നേറ്റമെന്നും ഇതിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം Xൽ കുറിച്ചു. CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയേക്കും. ഔദ്യോഗിക വെബ്സൈറ്റിലെ തകരാറ് മൂലമാണ് തീരുമാനമെന്ന് CBSE അറിയിച്ചു. പോർട്ടൽ അപ്രതീക്ഷിതമായി തകരാറിലായതോടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാൻ കഴിയാതെ വിദ്യാർത്ഥികൾ ആശങ്കയിലായിരുന്നു. വെബ്സൈറ്റിലെ തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ ഈ മാസം 23-നാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കോതി ആവിക്കൽ സമരസമിതിയും 2010-ൽ ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ 388 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. 2024-ൽ പദ്ധതി പിൻവലിച്ചുവെങ്കിലും കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. 2010-ലാണ് ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. 2022 പകുതിയോടെ ആവിക്കൽ തോടിലും കോതിയിലും സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷങ്ങൾ പതിവായിരുന്നു. ഇതിനിടെ സമരത്തിന് പിന്നിൽ വികസന വിരോധികളും തീവ്രവാദ ശക്തികളുമാണെന്നാരോപിച്ച് CPM രംഗത്ത് വന്നത് വിവാദത്തിനിടയാക്കി. ഇത് വലിയ ചർച്ചയ്ക്കും പ്രതിഷേധത്തിനുമിടയാക്കി. 388 പേർക്കെതിരെയാണ് അന്ന് സമരം ചെയ്തതിന് കേസെടുത്തത്. 3 ലക്ഷത്തിലേറെ പിഴയായി അവർ അടയ്ക്കേണ്ടിയും വന്നു. എന്നാൽ ജനകീയ സമരത്തെ അടിച്ചമർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPMന് തിരിച്ചടിയായി. വർഷങ്ങളോളം നീണ്ടുനിന്ന സമരങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിൽ 2024 ജൂലൈയിൽ ചേർന്ന കോർപ്പറേഷൻ കൌൺസിൽ കോതി ആവിക്കൽ പദ്ധതികൾ ഉപേക്ഷിക്കാൻ ഔദ്യോഗികമായി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ ഇന്നും കേസിന് പിന്നാലെ ഓടുകയാണ്. 388 ആളുകളുടെ പേരിൽ 18 ക്രൈം എടുത്തിട്ടുണ്ട്. അതിൽ ഇനിയും 6 കേസ് ബാക്കിയാണ്. ബാക്കി 12 കേസും
3,78,000 രൂപ കോടതിയിൽ ഫൈനായി ഞങ്ങൾ അടച്ചു സമരസമിതി. എല്ലാവരുടെ കയ്യിൽ നിന്നും 5-10 രൂപ വാങ്ങിയിട്ടാണ് 3,78,000 രൂപ കോടതിയിൽ അടച്ചിട്ടുള്ളത്. ഇനി ബാക്കി 64 ആളുടെ പേരിൽ വീണ്ടും കേസ് നിലനിൽക്കുകയാണ്. 6 കേസും ഇനിയും കോഴിക്കോട് കോടതിയിൽ നിലനിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ കോഴിക്കോട്ടെ ആവിക്കൽത്തോട് സമരത്തിലുള്ള മുഴുവൻ കേസുകളും പിൻവലിക്കും, അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ട് മുഴുവൻ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞത്. വളരെ വൈകാതെ തന്നെ ആ കേസുകളൊക്കെ പിൻവലിക്കുമെന്നാണ് നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളുടെ വിശ്വാസം. അതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്, ഉറച്ചു നിൽക്കുകയാണ്. കേരയിൽ പദ്ധതി റദ്ദാക്കലും കേസ് പിൻവലിക്കലും നടന്നതോടെ കോതി ആവിക്കൽത്തോട് സമരകാര്യത്തിലും പുതിയ സർക്കാർ അനുകൂല തീരുമാനമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗൈഡ് വയർ DEV ട്രെയിൽസ് ഹാക്കത്തോൺ 2026 അമൃത സർവകലാശാല വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം. ദേശീയ തലത്തിൽ 2ാം സ്ഥാനവും 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ഈ കൂട്ടായ്മ സ്വന്തമാക്കി. പ്രമുഖ ആഗോള കമ്പനിയായ ഗൈഡ് വയറും EYയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. രാജ്യത്ത് ഉടനീളമുള്ള 4400-ലധികം ടീമുകളിൽ നിന്നുമായി 18,000-ലധികം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വോക്സ് കോഡ് എന്ന പേരിലാണ് അമൃതയിലെ വിദ്യാർത്ഥി സംഘം മത്സരത്തിൽ പങ്കെടുത്തത്. കനത്ത മഴ, പ്രളയം, അന്തരീക്ഷ മലിനീകരണം, അപ്രതീക്ഷിത ലോക്ക്ഡൌണുകൾ തുടങ്ങിയ പ്രകൃതിദത്തവും സാമൂഹികവുമായ തടസ്സങ്ങൾ മൂലം ഇന്ത്യയിലെ താൽക്കാലിക ജീവനക്കാർക്കുണ്ടാകുന്ന അപ്രതീക്ഷിത വരുമാന നഷ്ടം പരിഹരിക്കുന്നതിനായി കണ്ടിന്യൂവം എന്ന പേരിൽ ഒരു AI അധിഷ്ഠിത പാരാമെട്രിക് ഇൻഷുറൻസ് പ്ലാറ്റ്ഫോമും വികസിപ്പിച്ചെടുത്തു. കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുമുള്ള അശ്വിൻ K, കവിനേഷ് P, റാം പ്രതാപ്, ശ്രീകൃഷ്ണ V, അനിരുദ്ധ് S വാര്യർ എന്നിവരായിരുന്നു ടീമിലെ അംഗങ്ങൾ. മഴ ആരംഭിച്ചതോടെ സാംക്രമിക രോഗഭീതിയിലാണ് ആലപ്പുഴ. പാരിസ്ഥിതിക പ്രത്യേകതകൾ കൊണ്ട് പകർച്ചവ്യാധികളുടെ പ്രഭവ കേന്ദ്രമായ ആലപ്പുഴയിൽ ജപ്പാൻ ജ്വരത്തിനും അമീബിക് മസ്തിഷ്ക ജ്വരത്തിനും പിന്നാലെ മുണ്ടിനീരും മഞ്ഞപ്പിത്തവുമാണ് പുതിയ ആശങ്ക. മഴയെത്തിയതോടെ ആലപ്പുഴയിൽ പകർച്ചവ്യാധികളും പതിയെ തലപൊക്കി തുടങ്ങി. ചേർത്തലയിൽ ജപ്പാൻ ജ്വരം സ്ഥിരീകരിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരവും ജില്ലയിൽ ആശങ്ക പടർത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മുണ്ടിനീരും മഞ്ഞപ്പിത്തവും പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ബുധനാഴ്ച മാത്രം 2 പേർക്കാണ് രോഗം പിടിപെട്ടത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മുണ്ടിനീര് പടർന്നതോടെ സ്കൂളുകൾ അടച്ചിരുന്നു. എന്നാൽ ഇത്തവണ സ്കൂൾ തുറക്കും മുൻപേ രോഗബാധയുണ്ടായി. മഞ്ഞപ്പിത്തവും 2 പേർക്ക് സ്ഥിരീകരിച്ചു. വൈറൽ പനി ബാധിതരുടെയും വയറിളക്ക രോഗികളുടെയും എണ്ണവും ഉയരുകയാണ്. ബുധനാഴ്ച 403 പേർക്കാണ് വൈറൽ പനി പിടിപെട്ടത്. വയറിളക്ക രോഗത്തിന് ഇതുവരെ 112 പേർ ചികിത്സ തേടി. 7 പേർക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടു. ഡെങ്കിപ്പനി സംശയത്തോടെ 3 പേർ ചികിത്സ തേടി. ഒരാൾക്ക് എലിപ്പനി ബാധിച്ചു. അമ്പലപ്പുഴയിൽ H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പരക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം മഴക്കാലം മുന്നിൽ കണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വൈകുന്നതാണ് കൂടുതൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുവാനുള്ള പ്രധാന കാരണം. നഗരത്തിൽ മാത്രം മലിനമായ തോടുകളും കനാലുകളും നിരവധിയാണ്. ഇവ വൃത്തിയാക്കാൻ അധികൃതർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമം തുടങ്ങിയില്ലെങ്കിൽ ജില്ലയിലെ ആരോഗ്യരംഗം കൂടുതൽ പ്രതിസന്ധികൾ വിളിച്ചു വരുത്തും. അമൃത ന്യൂസ്, ആലപ്പുഴ. IPLൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. നിലവിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനക്കാരായ ബംഗളൂരു ജയത്തോടെ 1ാം സ്ഥാനം ഉറപ്പിക്കാനാണ് ഇന്ന് ഇറങ്ങുന്നത്. അതേസമയം ഇന്ന് ഹൈദരാബാദ് ജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ 1ാമതെത്താം. രാത്രി 7:30 മുതൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.